ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ എത്രയും സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനമേ, എല്ലാവർക്കും സ്നേഹവന്ദനം. വിശുദ്ധ വലിയ നോമ്പിൽ കൂടെ നാം യാത്ര ചെയ്യുകയാണ്. ക്രിസ്തുവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും അവൻ്റെ ഉയർപ്പും നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുന്നു. വിശുദ്ധ സ്നാനത്തിലൂടെ ഓരോ വിശ്വാസിയും സ്നാനമേറ്റിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തോട് താദാത്മ്യം പ്രാപിച്ചുകൊണ്ടാണ്. അവൻ്റെ മരണത്തിൽ പങ്കാളികളാവുകയാണ്. അവൻ്റെ മരണത്തിലും അവൻ്റെ ഉയർപ്പിലും പങ്കാളികളാകുവാനാണ് നാം ഓരോരുത്തരും സ്നാനമേറ്റിരിക്കുന്നത്. വിശുദ്ധ സ്നാനത്തിലൂടെ ക്രിസ്തുവിനോട് ചേർന്ന് മരിക്കുവാനും ക്രിസ്തുവിനോട് ചേർന്ന് ഉയർക്കുവാനും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. നോമ്പ് ഒരു മരണത്തിലേക്കുള്ള യാത്രയാണ്. ഈ ഭൗതിക മനുഷ്യനെ ആ മനുഷ്യൻ്റെ അവസ്ഥയിൽ നിന്ന്, ആ മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്ന്, പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന്, പാപത്തെ കൊന്ന് പുനരുത്ഥാനത്തിൻ്റെ അനുഭവത്തിലൂടെ നിത്യജീവൻ്റെ ആ യാത്രയിലേക്ക് ആയിത്തീരുവാൻ നമുക്കിടയാകണം. പാപസംബന്ധമായി മരിച്ചിരുന്ന നമ്മെ ദൈവം തമ്പുരാൻ ജീവനിലേക്ക്, നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ മരണം, ആ മരണത്തോട് നാം ഏകീഭവിക്കുമ്പോഴാണ്, താദാത്മ്യപ്പെടുമ്പോഴാണ്. നമ്മുടെ ജീവിതം ത്യാഗപൂർണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. നമുക്കറിയാം, നിനവയിലെ ജനങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ വിശുദ്ധ നോമ്പ് അവർ എങ്ങനെയാണ് അനുഷ്ഠിച്ചത് എന്ന് 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അവർ ഭക്ഷണം വെടിഞ്ഞു. നോമ്പ് ഭക്ഷണം വെടിഞ്ഞുള്ള അനുഭവമാണ്. നോമ്പിൽ നാം ആയിരിക്കുമ്പോൾ ഉപവാസത്തോടെ ആണ് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നത്. ഭക്ഷണം വെടിഞ്ഞ് രാജാവും പ്രജകളും മാത്രമല്ല, അവരുടെ ഭവനത്തിലെ കന്നുകാലികൾ പോലും എല്ലാം ഉപവസിക്കുകയാണ്. രട്ടുടുത്ത് ചാരത്തിലും വെണ്ണീറിലും ഇരുന്ന് ഉപവാസത്തിലേക്ക് കടന്നു വരികയാണ്. ഭക്ഷണം വെടിഞ്ഞ് നോമ്പ് അനുഷ്ഠിക്കുവാൻ നമുക്ക് ഇടയാകണം. രണ്ടാമത് അവർ ചെയ്തത് അവരുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞു. അവരുടെ ദുഷ്ടജീവിതത്തെ വിട്ടുതിരിഞ്ഞു. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തികളിൽ ജീവിച്ചിരുന്ന ആ സമൂഹം മുഴുവൻ ആ സാഹചര്യത്തിൽ എല്ലാം വിട്ടുതിരിഞ്ഞ് ദൈവത്തോട് ചേർന്ന് വരുവാൻ തക്കവണ്ണം അവരുടെ തിന്മകളെയെല്ലാം ഉപേക്ഷിച്ചു. ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് അടുത്തു വരണമെങ്കിൽ നമ്മുടെ തിന്മകളെ ഉപേക്ഷിച്ച് വിശുദ്ധ നോമ്പിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. മൂന്നാമത് അവർ ദൈവത്തോട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം അടുത്തു വന്നത് അവരുടെ നോമ്പ് ദൈവത്തോടുള്ള പ്രാർത്ഥനയായിരുന്നു. ദൈവത്തെ അവർ വിളിച്ചപേക്ഷിച്ചു. പ്രാർത്ഥനയിലേക്ക്, ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് അവർ വരുവാൻ തക്കവണ്ണം അനുതാപത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വന്നു എന്നുള്ളതാണ്. ഉപവാസവും അതുപോലെ പ്രാർത്ഥനയും അതുപോലെ ദുർമാർഗങ്ങൾ വിട്ടുതിരിയുന്നതും നോമ്പിൽ അനിവാര്യമായ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. ത്യാഗപൂർണമായ ഒരു ജീവിതത്തിലൂടെ മാത്രമേ ദൈവ സാന്നിധ്യത്തിലേക്ക് നമുക്ക് അടുത്തു വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നോമ്പ് നമ്മെ ഏതു തരത്തിലാണ് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത്? നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായി തീരുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ അനവരതമായ അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ തക്കവണ്ണം ശ്രേഷ്ഠമായ ദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ആ വിശുദ്ധ സ്നാനത്തിലൂടെ നാം സ്വീകരിച്ചിരിക്കുന്ന ആത്മീകമായ നൽവരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാകണം. ക്രിസ്തു കഷ്ടം സഹിച്ചത്, ക്രൂശിൽ മരിച്ചത്, അവൻ ചാട്ടവാറുകൊണ്ട് അടിയേറ്റത്, എല്ലാം